Hi folks, welcome to another episode of Turbo Drive. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് MG Windsor Pro ആണ്. MG Windsorൽ നിന്നും Windsor Proയിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ റേഞ്ചിലും ഫീച്ചേഴ്സിലുമാണ് MG കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ Windsor പ്രോയിലേക്ക് വരുമ്പോൾ 450 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ കിട്ടുന്നത്. 53 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ എയ്ഡാസ് വരുന്നുണ്ട്. ടെക്നോളജി പരമായി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സിസ്റ്റവും ഈ ഒരു വാഹനത്തിൽ MG ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഒരു DRL നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്രോം എലമെന്റ് 2 എൻഡും തമ്മിൽ കണക്ട് ആക്കുന്നുണ്ട്. MGയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടെയാണ് ഹെഡ് ലാമ്പ് വരുന്നത്. അതിന്റെ താഴെയായിട്ട് ഒരു ക്രോമിന്റെ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർമൽ വിൻസറിൽ നിന്നും വിൻസർ പ്രോയിലേക്ക് വരുമ്പോൾ പുതിയ ഒരു അലോയ് വീൽ പാറ്റേൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. 18 ഇഞ്ച് വലിപ്പമുള്ള വീൽസ് ആണ് ലഭിക്കുന്നത്. ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. കൂടാതെ വെഹിക്കിൾ ടു ലോഡ് എന്നീ ഫീച്ചറും വരുന്നുണ്ട്. നമ്മൾ നോർമൽ എങ്ങനെയാണോ നമ്മുടെ പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ചാർജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു വാഹനം ആ ഒരു സെയിം പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറായിട്ട് ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതാണ് വെഹിക്കിൾ ടു വെഹിക്കിൾ എന്നുള്ള ഫീച്ചർ. വെഹിക്കിൾ ടു ലോഡിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലൊരു ഓപ്പൺ ഏരിയയിൽ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം കൂടെ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യണം, ഒരു ഗെറ്റ് ടുഗദർ ഹോസ്റ്റ് ചെയ്യണം, ഒന്ന് കുക്ക് ചെയ്യണം എങ്കിൽ ഈ ഒരു വാഹനം അതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വാഹനത്തിലെ പവർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഫീച്ചറും ഈ ഒരു വാഹനത്തിലേക്ക് MG അവതരിപ്പിച്ചിട്ടുണ്ട്. അതും സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറാണ്. 17.49 lakhs നിലവിൽ MG ഈ ഒരു വാഹനത്തെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. 8000 ബുക്കിംഗ്സിനാണ് ആ ഒരു വില നമുക്ക് ലഭിക്കുക. അതിനുശേഷം എനിക്ക് തോന്നുന്നത്, എൻ്റെ രൂപം ശരിയാണെങ്കിൽ 18 ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ ഒരു വാഹനം MG ലോഞ്ച് ചെയ്യാനായിട്ട് പോവുക. നമുക്ക് MG വിൻസറിൻ്റെ ഷോർട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്, ലോങ് റേഞ്ച് കിട്ടുന്നുുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് പാക്കഡായിട്ടുള്ള നല്ല ലോങ് റേഞ്ച് കിട്ടുന്ന ഈ ഒരു EV ലൈനപ്പ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ബ്രാൻഡ്സിനെക്കാളും കുറച്ചുകൂടി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ലോങ് റേഞ്ച് പോകാൻ പറ്റുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയും റേഞ്ച് പ്രോമിസുമാണ്. അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ ടൈമിനുള്ളിൽ ഇന്ത്യൻ വിപണിയിലേക്ക് നിരവധി MG വിൻസറുകൾ ഇറങ്ങാനായിട്ടുള്ള ഒരേ ഒരു കാരണം. കൂടാതെ ഇലക്ട്രിക് ടെയിൽ ഗേറ്റും വിൻസർ പ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കീ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അകത്തെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ലഗേജ് ഏരിയ ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് MG വിൻസറിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ വലിയൊരു LED ടെയിൽ ലാമ്പിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 എൻഡും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. EVയുടെ ബാഡ്ജിങ്ങും എയ്ഡാസിൻ്റെ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. സോ എയ്ഡാസിൻ്റെ ബാഡ്ജിങ് ഈ ഒരു പ്രോയിൽ മാത്രമേ ലഭിക്കും. പ്രോ ആണോ അല്ലെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു എയ്ഡാസിൻ്റെ ബാഡ്ജിങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ അലോയ് വീൽ പാറ്റേണിലും ഡിഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നോർമൽ ഷോർട്ട് റേഞ്ച് ആണോ ലോങ് റേഞ്ച് ആണോ എന്ന് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഒരു പ്രോയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 449 കിലോമീറ്റർ റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എയ്ഡാസ് കൊടുത്തിട്ടുണ്ട്, ലൈൻ കീപ്പ് അസിസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് 7.4 കിലോ വാട്ടിൻ്റെ ഒരു ചാർജറും കൂടെ ലഭിക്കുന്നുണ്ട്. AC ചാർജറാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് 9 മണിക്കൂർ കൊണ്ട് ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ MGയുടെ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ പ്രോമിസ് ചെയ്യുന്ന റേഞ്ച് ഏറെക്കുറെ നമുക്ക് കിട്ടുന്നുണ്ട്. കോമ്പറ്റിന് 230 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. 210, 220 അടുത്ത് നമുക്ക് റേഞ്ച് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു വിൻസറിലേക്ക് വരുമ്പോഴും ഷോർട്ട് റേഞ്ച് ഉണ്ട്. അത് ഏകദേശം 300-330 കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടും. ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ 450 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അതും ഏകദേശം 420-430 അടുത്ത റേഞ്ച് എന്തായാലും കിട്ടും. കാര്യം ആ ഒരു രീതിയിലാണ് MG ഒരു വാഹനത്തിൻ്റെ റേഞ്ച് പ്രോമിസ് ചെയ്യുന്നത്. ആ പ്രോമിസ് ചെയ്യുന്ന റേഞ്ച് ഒരു വാഹനം യൂസ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പാക്കേജും കാര്യങ്ങളും MG കൊടുത്തിരിക്കുന്നത്. പ്രോ റേഞ്ചിലേക്ക് വന്നപ്പോൾ റൈഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ബാറ്ററി പാക്കിൻ്റെ സൈസ് കൂട്ടുന്നുണ്ട്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു വാഹനം ഹാൻഡി ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ്. കാര്യം എല്ലാ ഫീച്ചേഴ്സും ഫംഗ്ഷൻസും എല്ലാം ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ ക്രിസ്പായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു 360 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയവ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലാപ്ടോപ്പിൻ്റെ ഒക്കെ വലിപ്പമുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ. ആ ഒരു സ്ക്രീനിലേക്ക് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ എല്ലാ ഫംഗ്ഷൻസും വരുന്നത്. കൂടാതെ വളരെയധികം ടെക്നോളജി പരമായി ലോഡായിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. നമുക്ക് സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം ഈ ഒരു ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലാമ്പിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഈ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്.
അതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്, നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് ആയിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ അതും MG ഈ ഒരു ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ട് നമുക്ക് കൺട്രോൾസ് വരുന്നുണ്ട്. ആ കൺട്രോൾസിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് ഫംഗ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഡിസ്പ്ലേയിലാണെന്ന്. അത് വേണമെങ്കിൽ ഈ ഒരു കസ്റ്റമൈസ് ബട്ടണിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിരവധി സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ. നമുക്ക് ഈ ഡാഷ്ബോർഡിന്റെ കളർ പാറ്റേൺ ആണെങ്കിലും ഒരു ഡ്യുവൽ ടോൺ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡൻ എലമെന്റിന്റെ ഇൻസൈഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിലും കപ്പ് ഹോൾഡേഴ്സ് അടങ്ങിയിട്ടുള്ള വയർലെസ് ചാർജിങ് വരുന്ന ഈ ഒരു സെൻട്രൽ കൺസോളിന്റെ ഈ ഒരു അടിഭാഗത്താണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സീറ്റുകൾ നല്ല കംഫർട്ട് തരുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡുവൽ ടോൺ കളർ പാറ്റേൺ വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും നല്ല അണ്ടർ തൈ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് കോൺഫിഗറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. EV ആയതുകൊണ്ട് തന്നെ ഫ്ലോർ ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് നല്ല ലെഗ് സ്പേസോട് കൂടി നല്ല ലെഗ് റൂമോട് കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നല്ലൊരു കംഫർട്ട് ഓഫർ ചെയ്യുന്ന ഒരു സീറ്റ്സും ഒരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്.